നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ, ഇരിഞ്ഞാലക്കുട രൂപതയിലെ കാൽവരിക്കുന്ന് ഇടവകയിൽ വികാരിയച്ഛനാണ്. ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഇടവകയിലെ വടക്കൻ രൂപിൻ ഭാര്യ സിജിക്ക് ചികിത്സ സഹായനിധിയുടെ ഒരു ആവശ്യമായിട്ടാണ്. ചേച്ചിക്ക് 2 കിഡ്നി ഫെയിലിയറായിട്ട് ട്രാൻസ്പ്ലാന്റേഷന് ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ 28-ാം തീയതിയാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 25 ലക്ഷത്തോളം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗുഡ്നസ് ടി വിയിലെ പ്രേക്ഷകരായ ഏറ്റവും സ്നേഹമുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉചിതമായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ കാൽവരിക്കുന്ന് ദേശത്ത് താമസിക്കുന്ന വടക്കൻ വീട്ടിൽ റോബിൻ്റെ ഭാര്യ സിജി. ഇവർ ഒരു വൃക്കരോഗിയാണ്. എൻ്റെ പേര് റോബി. ഞാൻ കാൽവരിക്കുന്ന് ഇടവകയിൽ ആണ് താമസിക്കുന്നത്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും 2 പെൺമക്കളും വയസ്സായ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു 4 മാസം മുമ്പ് പെട്ടെന്ന് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് ഈ കിഡ്നിയുടെ അസുഖമായിട്ട് വന്നത്. 2 കിഡ്നി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 30% ഉള്ളൂ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് മാറ്റി വയ്ക്കണമെന്ന് പറയണത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഈ വീടാണെങ്കിൽ ലോണിലാണ്, പിന്നെ മക്കളാണെങ്കിൽ ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത്. കുടുംബത്തിൽ എനിക്കാണെങ്കിൽ ഹൃദ്രോഗമാണ് ഞാൻ. പിന്നെ കഴുത്തിലെ ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കുക്കിംഗ് ആയിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ആ ജോലിയൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി ഒരു സ്കൂളിൽ ഒരു ബസ്സിൽ കിളിയായിട്ട് പോകണം. അധികം ഭാരപ്പെട്ട ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കിളിയായിട്ട് ജോലി ചെയ്യാണ്. സിജി കുറച്ചുനാൾ മുമ്പ് ഒരു വെളിച്ചെണ്ണ കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നതാണ്. ഭർത്താവിൻ്റെയും രോഗിയായ അമ്മയുടെയും ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനും ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം സാധിക്കാതെ വന്നപ്പോൾ ഒരു തൊഴിൽ തേടി വിദേശത്ത് പോയി. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഭാര്യ വീട്ടു ജോലിക്കാണ് പോയിരുന്നത്. അവിടുത്തെ ഒരു ദിവസം പെട്ടെന്ന് 250 മേലെ പ്രഷർ കയറി വന്നപ്പോൾ വീഴാൻ പോയി. അപ്പം അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ സംഭവം ഞങ്ങൾ അറിയുന്നത് തന്നെ. അവിടെ ചെന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് സിജിക്ക് വൃക്കരോഗം വരികയും എല്ലാം തകർന്ന അവസ്ഥയിൽ തിരിച്ചെത്തുകയുമായിരുന്നു. ഞാൻ കുവൈറ്റിലേക്ക് പോയിട്ട് 4 വർഷമായിട്ടുള്ളൂ. അതിനേക്ക് മുന്നേ ഞാൻ ഇവിടെ ഒരു കമ്പനിയിലാണ് ജോലിക്ക് പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭർത്താവിനാണെങ്കിൽ വയ്യാത്ത കാരണം കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെയെങ്കിലും ഒന്ന് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ടായി. ജനുവരി ഒക്കെ തുടങ്ങി ഛർദ്ദിക്കാൻ വരലും അങ്ങനത്തെ ഓരോ അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാധാരണയാണെന്ന് വിചാരിച്ചുകൊണ്ട് പോയി. അതിന് ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റാണ്ടായി. ശ്വാസം മുട്ടലും ഭയങ്കര അസ്വസ്ഥയായി, കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ ഹൈ പ്രഷറായി. അപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ 5 ദിവസം അഡ്മിറ്റായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ ഒരാളും ഉണ്ടായില്ല അവിടെ നമ്മുടെ സഹായത്തിന്. അപ്പോൾ 5 ദിവസം അവിടെ അഡ്മിറ്റായി, ബ്ലഡൊക്കെ കയറ്റി. അത് കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും അറിഞ്ഞു, പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അവർ എന്നെ വേഗം ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടു. ഭാര്യയുടെ ഈ അപ്രതീക്ഷിത അസുഖത്തെ തുടർന്ന് ആകെ തകർന്ന അവസ്ഥയിലാണ്. അങ്ങനെ അവിടുന്ന് അപ്പം തന്നെ അവിടുന്ന് കയറ്റി വിട്ടു. അവിടെ ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു. ഇവിടെ ജോലി ചെയ്തിരുന്ന മുൻകാലങ്ങളിൽ ഇവിടെ ഒരു വെളിച്ചെണ്ണ മില്ല് പോയിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മ ഒരു ഹൃദയരോഗിയാണ്. അമ്മ വയ്യാണ്ട് കിടക്കാൻ 78 വയസ്സോളായാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പള്ളിയിൽ വികാരിച്ചനും പിന്നെ നമ്മുടെ കുറച്ച് ചെറിയ ഇടവകയാണ്, ഈ നാട്ടുകാരെല്ലാവരും കൂടി ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. ഒരു നല്ലൊരു എമൗണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഒരു 25 ലക്ഷം രൂപയോളം ഏകദേശം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൃക്കകൾ രണ്ടും പ്രവർത്തനരഹിതമായതിനാൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വേണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാൽ അതിനായി ഇവർ കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് വനജ. ഞങ്ങൾ ഒന്നിച്ച് കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. വെളിച്ചെണ്ണ കമ്പനിയിൽ 10-13 കൊല്ലം ഒന്നിച്ച് പണിത് ഭയങ്കര ബുദ്ധിമുട്ടി ജീവിച്ച ആളാണ് സിജി റോബിൻ.
സിജി കഷ്ടപ്പാടിൻ്റെ ഒരു സമയത്താണ് ആൾ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഗൾഫിൽ പോയി. അവിടെ വെച്ച് പെട്ടെന്ന് അസുഖം ഉണ്ടായി. 2 കിഡ്നിയും തകരാറിലായി. വീട്ടിൽ വന്ന് ഭയങ്കര ദുരിതത്തിൽ താമസിച്ച ആളാണ്. ജീവിച്ച ആളാണ്. 2 പെൺകുട്ടികളാണ്. ഒരു വൃദ്ധയായ മാതാവുണ്ട്. അവരെ നോക്കണം. വല്ലപ്പോഴും ഒരു പണിയുള്ള ഭർത്താവാണ്. ഡ്രൈവറാണ് ആൾക്കും വയ്യാത്ത ആളാണ്. കുട്ടികൾ 2 പഠിപ്പിക്കണം. വേറെ ആരും അവർക്ക് സഹായിക്കാൻ ആളില്ല. എല്ലാവരും അവളെ സഹായിച്ച് രക്ഷപ്പെടുത്തണം. കിഡ്നി വാങ്ങണം. 10-25 ലക്ഷം രൂപ ചിലവ് വരും. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അതുപോലെ പാവമാണ് അവൾ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും അവൾ ദൈവത്തോട് ഞങ്ങൾ കേളപ്പിച്ച് പറയാണ്, നിങ്ങളെല്ലാവരും സഹായിക്കണം. കയ്യാറാവത് തന്ന് ഞങ്ങളെ സഹായിക്കണം. അവളെ സഹായിക്കണം. അവൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. രക്ഷിക്കണം. ഒരു അപേക്ഷയാണ്. ആരും ഉപേക്ഷ വിചാരിക്കരുത്. ഇപ്പോൾ വൃക്ക മാറ്റിവയ്ക്കൽ ഓപ്പറേഷന് വേണ്ടുന്ന തുക കണ്ടെത്താനാവാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണിവർ. ആയതിലേക്ക് സുമനസ്സുകളുടെ കാരുണ്യത്തിനായി ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 22 വർഷമായി. 2002 ഞങ്ങളുടെ വിവാഹം നടന്നത്. ദൈവം എനിക്ക് തന്നൊരു സമ്മാനമാണ്. കാരണം ഈ കുടുംബത്തിന് ഒത്തിരി എൻ്റെ കുടുംബത്തിനോട് ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എന്താ പറയുക, വളരെ ഞങ്ങളുടെ പഴയ കാലം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് ഇങ്ങനെ പച്ച വെച്ച് വരുന്ന സമയത്താണ് ഈ സംഭവം ഞങ്ങൾ അറിയണത്. പിന്നെ എൻ്റെ മക്കളാണെങ്കിൽ 2 പെൺമക്കളാണ് എനിക്കുള്ളത്. ഒരാൾ BSc നഴ്സിംഗ് പഠിക്കണം, ബാംഗ്ലൂർ സ്നേഹ കോളേജിലാണ് പഠിക്കണേ. പിന്നെ രണ്ടാമത്തെ മകള് ഇപ്പോൾ +2 കഴിഞ്ഞു, BBA ചേർന്നേക്കാം. ഇവിടെ നിർമ്മല കോളേജിലാണ് സീറ്റ് കിട്ടിയിരിക്കണത്. ഇത് രണ്ടും ലോൺ എടുത്താണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഇതായതുകൊണ്ട് ലോണിലാണ് എല്ലാം പോണത്. പിന്നെ ഇത് പള്ളി പണിത് തന്നൊരു വീടാണ്. ആളൂർ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് പണിത് തന്നൊരു വീടാണ്. ഇത് 2 വീടായിരുന്നു. ഒരു ചുമരിൽ അപ്പുറത്ത് ഇപ്പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ വീട് കൂടി മേടിച്ച് ലോൺ എടുത്ത് മേടിച്ചു. അപ്പോൾ ആ ലോൺ ഉണ്ട്. അതായത് പതുക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അസുഖം വന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ജീവിതം ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. സിജിയുടെ ഭർത്താവ് റോബിനും ഹൃദയവാൽവിന് തകരാറുള്ള ഒരു രോഗിയാണ്. എങ്കിലും കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ കാലത്ത് തൻ്റെ രോഗാവസ്ഥയെപ്പോലും മറന്ന് ഓടി നടന്ന് സാമൂഹിക പ്രവർത്തനം നടത്തിയ ആളാണ് റോബിൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് KR ജോജോ. ഞാൻ ഈ വീഡിയോയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ആളൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ താമസക്കാരിയായിട്ടുള്ള സിജി റോബിൻസ് എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കുറേ നാളുകളായി ചികിത്സയിലാണ്. ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കലല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് ഡോക്ടർ സംസാരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർധനരായിട്ടുള്ള കുടുംബത്തെ സഹായിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് ആ കുടുംബത്തെ സഹായിക്കണം. ആ കുടുംബത്തെ എല്ലാമായിട്ടുള്ള ആ സഹോദരി, വീട്ടമ്മയായിട്ടുള്ള സഹോദരിക്ക് ജീവൻ തിരികെ കൊണ്ടുകൊടുത്താൽ മാത്രമാണ് ആ കുടുംബത്തിന് സമാധാനവും സന്തോഷം ഉണ്ടാവുള്ളൂ. അത് നാടിൻ്റെ ഒരു കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഴുവൻ ജനങ്ങളെയും വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാവരും കൈകോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിശ്ചയിക്കുന്ന ഡോക്ടർ പറയുന്ന ദിവസം തന്നെ ഓപ്പറേഷൻ നടത്തി ആ കുടുംബത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഈ റോബിൻസ് എന്ന് പറയുന്ന ഈ സിജിയുടെ ഭർത്താവ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ മുന്നണി പോരാളിയായി പഞ്ചായത്ത് സംഘടിപ്പിച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ സിജിയുടെ ഭർത്താവ് റോബിൻ. അപ്പോൾ ഈ റോബിൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടായി പ്രയാസമായി ഞങ്ങൾ കണക്കാക്കിയിട്ടാണ് നാട് ആകെ ഇങ്ങനൊരു തീരുമാനമെടുത്ത് ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ
നമ്മൾ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പറ്റാവുന്ന സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൃത്യസമയത്ത് തന്നെ എത്താൻ കഴിയണം. ഈ ഓപ്പറേഷൻ നടത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും സഹായം വളരെ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളുകയും അവരുടെ കണ്ണീരൊപ്പാൻ കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യുന്ന ധാരാളം നല്ല മനുഷ്യരെ നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറാണ്. എൻ്റെ പേര് സവിത ബിജു. ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഒരു സഹായ ഹസ്തത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വാർഡിൽ കാൽവരിക്കുന്ന് ഭാഗത്ത് വടക്കൻ വീട്ടിൽ റോബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഭാര്യ സിജി ചേച്ചിക്ക് 2 കിഡ്നിയും തകരാറിലായിട്ട് അത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 25 ലക്ഷം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ പള്ളിയും ഞങ്ങളുടെ വാർഡിലെ പൊതുജനങ്ങളും എല്ലാവരും കൂടി അതിനുവേണ്ടി ഒത്തുപിടിക്കുന്നുണ്ട്. റോബിൻ ചേട്ടൻ കൊറോണ സമയത്ത് ഞങ്ങളുടെ വാർഡിൽ ഒരു RRT ആയിരുന്നു. കൊറോണ സമയത്ത് ആ വാർഡിൽ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊണ്ടെത്തിച്ചു കൊടുക്കുന്നതിൽ ആളെ വളരെ സജീവമായിരുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ ഒരു കാര്യം വന്നപ്പോൾ നമുക്കതിൽ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ വാർഡിലെയും അതുപോലെ പൊതുജനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം. നമ്മളതിന് വേണ്ടിയിട്ടൊരു ബിരിയാണി മേള, അതുപോലെ 100 രൂപ ചലഞ്ച്, മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്യണം. ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചെത്തിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം, കടമയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇത്തരം വിഷമഘട്ടങ്ങളിൽ ഒരു കൈത്താങ്ങാകുവാൻ നല്ലവരും നന്മയിൽ പരിചരിക്കുന്നവരും അവരുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നവരുമായി മാറുവാൻ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് കഴിയുന്നു എന്നത് അഭിമാനകരവും അനുഗ്രഹപ്രദവുമായ ഒരനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് AC ജോൺസൺ. ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 5ാം വാർഡിലെ മെമ്പറാണ്. ഞാൻ താമസിക്കുന്നത് 7ാം വാർഡിലാണ്. പ്രസ്തുത വാർഡിൽ കാൽവരിക്കുന്ന് പ്രദേശത്ത് താമസിച്ചു വരുന്ന ശ്രീ വടക്കൻ റോബിൻ, അവരുടെ ഭാര്യ സിജി വളരെ മാരകമായ അസുഖത്താൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. കിഡ്നി സംബന്ധമായ അസുഖത്താൽ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു ഘട്ടത്തിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം ആ ചികിത്സയിലേക്ക് നീങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക അഭ്യർത്ഥിക്കാൻ. ഈ റോബിൻ്റെ കുടുംബം വളരെ കുഞ്ഞുനാൾ തുടങ്ങി എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പൊതുപ്രവർത്തന രംഗത്തും സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ റോബിൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് പെട്ടെന്ന് ഈ അസുഖം ബാധിക്കുകയും വളരെ ദയനീയമായ സ്ഥിതിയിൽ ആ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും മുഴുവൻ പേരുടെയും സഹായഹസ്തം ഉണ്ടായാൽ മാത്രമേ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഗ്രാമപഞ്ചായത്തിൻ്റെയും വാർഡിലെയും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, പള്ളികൾ തുടങ്ങിയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായങ്ങൾ അതിലുണ്ടാകണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം അവസരങ്ങളിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുവാനും ദൈവാനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കരവേല തന്നെയായ മനുഷ്യമക്കളിലൂടെ ഒഴുകിയെത്താനുമുള്ള അനുഗ്രഹം ഈ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ പരിശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ യുവജനങ്ങളുടെയും മതബോധന വിദ്യാർത്ഥികളുടെയും മുതിർന്നവരും ഒക്കെ കലാപരിപാടികളായിട്ട് റോഡിൻ്റെ പല വശങ്ങളിലും തെരുവുകളിലേക്ക് 2-3 ദിവസം ഇറങ്ങിയിരുന്നു. ചാലക്കുടി, ആളൂർ, കല്ലേറ്റുങ്കര, കൊടകര ഭാഗത്തൊക്കെ ആളുകളൊക്കെ ഒരുപാട് ഞങ്ങളെ സഹകരിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും 25 ലക്ഷം എടുക്കുക അല്ലെങ്കിൽ സമാഹരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു ടാസ്ക്കാണ്. അപ്പം നിങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്കതൊരു സപ്പോർട്ടായിട്ട് നൽകുക. നല്ലവരായ പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ തരാം. അതിലേക്ക് ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖാവസ്ഥയിൽ ഇവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകുമെന്ന് ദൈവനാമത്തിൽ
പ്രത്യാശിക്കുകയാണ്. ഗുഡ്നസ് ടി വി കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. എല്ലാവരെയും പ്രാർത്ഥനയും വേണം. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. അവർ പഠിക്കുകയാണ്. അമ്മയുണ്ട് ഇവിടെ. അമ്മയ്ക്ക് വയ്യാത്തതാണ്. എല്ലാവരെയും പ്രാർത്ഥനയും വേണം. ഞങ്ങളെല്ലാവരും സഹായിക്കണം. മനുഷ്യൻ ഒറ്റപ്പെട്ടവനല്ല എന്നും അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവവും ദൈവമക്കളും കൂടെ ഉണ്ടെന്നുള്ള ആത്മധൈര്യവും വിശ്വാസവും ജനിപ്പിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ ഇടവരുത്തട്ടെ. അതിനുള്ള ഭാഗ്യം ഇത് സംപ്രേഷണം ചെയ്യുന്നതിലൂടെ ഉണ്ടാകട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളോട് തന്നെ ഇത് സാധിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ വികാരിച്ചനും എല്ലാം കൂടി പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ വലിയ മനസ്സ് കാണിച്ചാൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ എല്ലാവരും സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഫിലോ കുഞ്ഞച്ചൻ എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ഫിലോയുടെ ഇളയ മകൻ സഫിനാണ്. അവർക്ക് 2 മക്കളാണുള്ളത്. 2 ആൺകുട്ടികൾ. ഒരാൾ വീഡിയോഗ്രാഫറുടെ ജോലിയൊക്കെ ചെയ്യുന്നു. സഫിൻ അമ്മയെ സഹായിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നു. ഈ ഫിലോയ്ക്ക് 2 വർഷം മുമ്പ് നട്ടലിന് ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് പൂർണ്ണ കിടപ്പിലായിപ്പോയി. അവർക്ക് അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ്. വേറെ വരുമാന മാർഗങ്ങളും ഒന്നുമില്ല. ബേക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ആ പ്രത്യേകമായ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഗുഡ്നസ് ടി വിക്ക് ഇടയായപ്പോൾ ഗുഡ്നസ് ടി വിയിലൂടെ അത് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സംഭാവന ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കിട്ടിയ 1,75,000 രൂപയുടെ ചെക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രിയ ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ചെക്ക് ഞാനിപ്പോൾ ഫിലോയുടെ മകൻ സഫിനെ ഏൽപ്പിക്കുകയാണ്. ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പ്രോഗ്രാം തുടങ്ങിയ കാലം മുതൽ ഗുഡ്നസ് ടി വിയുടെ നല്ല പ്രേക്ഷകർ വളരെ നല്ല സഹകരണമാണ് ഈ പ്രോഗ്രാമിനോട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഓരോ ആഴ്ചയും ആളുകളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുകയും ഞങ്ങളുടെ ഹൃദയത്തോട് നിങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴും നിങ്ങളെ കാണുമ്പോഴും പലരും ഇവിടെ കൊണ്ടുവന്നുമൊക്കെ തരാറുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങളുടെ ആ ത്യാഗത്തെ ഞങ്ങൾ ആദരിക്കുകയും അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും എല്ലാം വിജയം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ ഫിലോ എന്ന സഹോദരിയെ ചെറുപ്പമാണ്, നിങ്ങൾ ഓർക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ സഹോദരിയെ തുടർന്നും സഹായിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ലല്ലോ. എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ ഇടപെടലാൽ സൗഖ്യം നൽകുന്നതിന് വേണ്ടി ആ സഹോദരിയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി
നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ അമ്മയെ സഹായിച്ച ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു.